ആദ്യമായി എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്ന പ്രിയ കൂട്ടുകാർ അറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി അറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായി ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. ഈ വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ഫോളോയിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡീഫാൾട്ട് എന്നുള്ളത് മാറ്റി സീ ഫസ്റ്റ് എന്നുള്ളത് ഇനേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ അറിവുകളും സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അറിയാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് വാഹനത്തിൻ്റെയും രജിസ്ട്രേഷൻ സംബന്ധമായ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. ആ വാഹനം ഏത് വർഷമാണ് രജിസ്ട്രേഷൻ ചെയ്തത്, അതുപോലെ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ വഴി സെർച്ച് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഒരു വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ 2 ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൂടിയുണ്ട്. ചേസിസ് നമ്പർ, അതുപോലെ എൻജിൻ നമ്പർ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാനായിട്ട് ഏത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ അവസാനമുള്ള 5 ഡിജിറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുവാനായി ആവശ്യമുള്ളത് നമ്മുടെ ലൈസൻസ് രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ലൈസൻസിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നമുക്ക് ആദ്യമായി കാണുന്നത് വെഹിക്കിൾ ഡീറ്റെയിൽസ്, അതുപോലെ രണ്ടാമതായി ലൈസൻസ് ഡീറ്റെയിൽസ് കാണാം. നമുക്ക് ആദ്യമായി ഒന്ന് വെഹിക്കിൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. തുടർന്ന് ഇവിടെ കാണിക്കും രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ചേസിസ് നമ്പർ. ഈ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതിൽ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചേസിസ് എന്നുള്ളതിൽ നമ്മുടെ ചേസിസ് നമ്പറിൻ്റെ അവസാനമുള്ള 5 നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഗെറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഡേറ്റ്, ടാക്സ്, അങ്ങനെയുള്ള സകല എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ ലൈസൻസ് ഡീറ്റെയിൽസ് കിട്ടാനായി നമ്മുടെ ലൈസൻസ് രജിസ്ട്രേഷൻ നമ്പർ മുകളിലായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെയായി കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതിൽ ലൈസൻസിൽ കൊടുത്തിട്ടുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ RTO ഓഫീസിൽ വല്ല ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും. അതിനായി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നൽകിയിട്ടുള്ള റെസിപ്റ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ചെക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അതിൽ നിന്നും ആവശ്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരം അറിവുകൾ
അറിയാത്തവരിലേക്കും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.